എൻ്റെ പേര് ആനി ദേവസി. സ്ഥലം ചിറ്റാട്ടുകര. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. സെബസ്ത്യാനോസിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. എന്നാലും കുറച്ച് ഞാൻ ഒരു കൊച്ചു കഥയായി പറയുകയാണ്. പണ്ട് ഫ്രാൻസിലെ നെർബോൺ എന്ന നഗരത്തിൽ കത്തോലിക്ക മാതാപിതാക്കളുടെ പുത്രനായി AD 255 സെബസ്ത്യാനോസ് ജനിച്ചു. അദ്ദേഹം വളർന്നത് മിലൻ നഗരത്തിലാണ്. സൈനിക സേവനം അക്കാലത്ത് ഉന്നത കുലജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു. സ്വന്തമായി താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിന് തയ്യാറായി. അങ്ങനെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹം മിലൻ വിട്ട് റോമിൽ എത്തി. കാരിനസ് രാജാവിൻ്റെ ഭരണകാലമായിരുന്നു അത്. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്ന് കാരിനസ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. എതിർത്തവരെ രാജാവ് വധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ക്രിസ്തു വിശ്വാസിയാണ് എന്ന സത്യം മറച്ചു വച്ചിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ കാരിനസ് വധിക്കപ്പെട്ടു. അങ്ങനെ ഡയോക്ലീഷ്യൻ സെബസ്ത്യാനോസിനെ സേനാനായകനാക്കുകയും ഫ്രീട്ടോറിയ എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു. ഡയോക്ലീഷ്യനും കാരിനസിനെ പോലെ ക്രിസ്തുമത വിരോധിയായിരുന്നു. രാജ്യത്തുണ്ടാകുന്ന രോഗങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, വരൾച്ച തുടങ്ങിയവയുടെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് ഡയോക്ലീഷ്യൻ ക്രൈസ്തവരെ കൂട്ടത്തോടെ വധിച്ചിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് സഹജീവികൾക്ക് മോചനമുണ്ടാകണമെന്ന് നമ്മുടെ സെബസ്ത്യാനോസ് ആഗ്രഹിച്ചു. അദ്ദേഹം ആരുമറിയാതെ ക്രിസ്തു വിശ്വാസികൾക്കു വേണ്ടി പ്രവർത്തിച്ചു. AD 288 തൻ്റെ വിശ്വസ്തനായ സൈന്യാധിപൻ സെബസ്ത്യാനോസ് ക്രിസ്തുവിശ്വാസിയാണെന്ന സത്യം ഡയോക്ലീഷ്യൻ മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റത്തിന് വിശുദ്ധ സെബസ്ത്യാനോസിനെ തടവിലാക്കപ്പെടുകയും ചെയ്തു. പിന്നെ അനുഭവിച്ച പീഡനങ്ങളൊക്കെ നമുക്ക് വായിച്ചറിവുണ്ടല്ലോ. എന്നാലും നമ്മുടെ സെബസ്ത്യാനോസ് ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമുക്കൊരു മാതൃകയായി ജീവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഥ പറയുവാനാണെങ്കിൽ കുറേ ഉണ്ട്. എന്നാലും ഞാൻ കഥ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനും കൂടിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഞങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ കഥ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.